ഈ തോൽവിയുടെ പരാജയങ്ങൾ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് പിണറായിയല്ല, പാർട്ടിയെ തന്നെയാണ് ശ്രീ എൻ പിയേഴ്സന്റെ നിരീക്ഷണങ്ങൾ. അവിടെ പാർട്ടിക്ക് അതിൻ്റെ അസ്തിത്വവും അതിൻ്റെ വ്യക്തിത്വവും നഷ്ടപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയം പറയാതെയാണ് പാർട്ടി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നേതൃത്വത്തിനാണ് പിഴവുകൾ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഈ തിരിച്ചടിക്ക് കാരണം. അത് തിരിച്ചറിയാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ, CPM-ന് കഴിയുമോ? ആരാണ് ഇവരെ തിരുത്താൻ പോകുന്നത് എന്ന് NM പിയേഴ്സൺ ചോദിക്കുന്നു. അതിനെന്താണ് മറുപടി? NM പിയേഴ്സൺ NK മാധവൻ്റെ മകനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷേ എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ NM പിയേഴ്സൺ പറഞ്ഞ കാര്യങ്ങൾ പലതും കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ജനാധിപത്യ സംവിധാനത്തിൽ കോംപ്രമൈസ് ചെയ്യുമ്പം നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ എവറി കോംപ്രമൈസ് ഈസ് എ സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ഞാനല്ല, ചെഗുവേരയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യുകയാണ്. നമ്മൾ ജനാധിപത്യ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആശയപ്രചരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ ജയപരാജയങ്ങളൊന്നും ഒരു വിഷയമേ അല്ല. അവിടെ ജയങ്ങളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും, മുന്നോട്ടടി ഉണ്ടാവും, പിന്നോട്ടടി ഉണ്ടാവും. സ്വാഭാവികമാണത്. മാവോ സേതുങ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് അല്ലെങ്കിൽ ഗ്രേറ്റ് സ്റ്റെപ്പ് ഫോർവേഡിനെ കുറിച്ചുള്ള പറയുമ്പോൾ മാവോ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മുന്നോട്ടടി ഉണ്ടാവും, പിന്നോട്ടടി ഉണ്ടാവും, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളുടെ ആശയപ്രചരണത്തിനുള്ള വേദികളായിട്ട് ഉപയോഗിക്കുകയാണ് പ്രധാനം. അപ്പോൾ അവിടെ ജയവും പരാജയവും ഒന്നും പിയേഴ്സൻ്റെ വാദഗതി വെച്ച് പറയുകയാണെങ്കിൽ പ്രസക്തമല്ല. പിന്നെ എന്തിനാണ് പിയേഴ്സൺ പാർട്ടി ജയിച്ചു തോറ്റു അതിൻ്റെ വിലയിരുത്തലുകൾ നടത്തുന്നത്? ഓൾറെഡി നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോലിറ്റേറിയറ്റോ ഒന്ന് നടപ്പിലാക്കുന്ന ഒരു സംവിധാനം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലോട്ട് പോകണമെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ട് ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമ്മളുടെ പരമാവധി ആശയപ്രചരണം നടത്തുകയാണ്. അവിടെ ജയവും പരാജയമൊക്കെ സെക്കൻഡറിയാണ്. അപ്പോൾ സെക്കൻഡറി ആയിട്ടുള്ള കാര്യത്തിൻ്റെ അടുത്ത് പ്രൈമറി ആയിട്ട് വെച്ചിട്ട് പിന്നെ ആ പ്രൈമറി എന്ന് പറഞ്ഞിട്ട് ആ പ്രൈമറി അറ്റാക്ക് ചെയ്തിട്ട് സെക്കൻഡറിയെ ബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അവിടെ തന്നെ ആ വാദഗതികൾ പൊളിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. തെറ്റായ രാഷ്ട്രീയമാണ് എന്നതാണ്. അതായത് അദ്ദേഹം അതിന് ഉദാഹരണം പറഞ്ഞ തൃശ്ശൂരിൽ ഇപ്പോൾ BJP പയറ്റുന്ന ഈ സാംസ്കാരിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിനെ ഏത് നിലയിൽ നിന്നുകൊണ്ടാണ് അത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കേണ്ടത്? ഏത് തരത്തിലുള്ള ഒരു സാമൂഹിക പരിവർത്തനത്തെക്കുറിച്ചാണ് ഇടതുപക്ഷം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടിയുണ്ട്? ഏത് രാഷ്ട്രീയമായിരുന്നു ഇടതുപക്ഷം മുന്നോട്ട് വെക്കേണ്ടത്? അത് ചെയ്യാതെ അവരുടെ ഒരു B ടീമായി നിന്നുകൊണ്ട് അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് കളിക്കാൻ CPM ശ്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ വിജയമടക്കം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ കാരണം എന്നാണ് പിയേഴ്സൺ പറഞ്ഞത്. പിയേഴ്സൺ പറഞ്ഞ ലൈൻ കറക്റ്റ് ആയിരുന്നെങ്കിൽ ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ്, അതായത് ഈ അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും മറ്റ് ആരാധനാലയങ്ങളിലെല്ലാം കൾച്ചറൽ സെൻറ്റേഴ്സായിട്ട് കൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്തി ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്നുകൊണ്ട് അവിടെ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്താൻ പറ്റുമോ എന്നൊക്കെ ശ്രമിക്കേണ്ടതിന് പകരം അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിന്നു. അമ്പലങ്ങളിൽ നിന്ന് മാറി നിന്നു, പള്ളികളിൽ നിന്ന് മാറി നിന്നു, മോസ്കുകളിൽ നിന്ന് മാറി നിന്നതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി? അവിടെയെല്ലാം വർഗീയവാദികളും വിഘടനവാദികളും കയറി കൈയടക്കം ഉണ്ടായി. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കൃത്യമായിട്ട് എനിക്കറിയാം, എല്ലാ ക്ഷേത്രങ്ങളിലും RSSൻ്റെ ശാഖകളുണ്ടായിരുന്നു. അവിടെ അമ്പല പരിപാടികളിലും ക്ഷേത്ര കമ്മിറ്റികളിലും എല്ലാം RSSകാരായിരുന്നു പ്രധാനമായിട്ടും പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാ സ്ഥിതി മാറി. ഇപ്പോൾ എല്ലാ വിഭാഗം ആളുകളും അതിൽ വരുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അതിനകത്ത് രാഷ്ട്രീയം ഒരു വിഷയമല്ല. ഇപ്പോൾ CPM-കാരനാണ് ഒരു അരാഷ്ട്രീയ നിരീശ്വരവാദി ആയിക്കോട്ടെ ഇത്തരം ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കഥകളി നടക്കുന്നു, ഒരു തെയ്യം നടക്കുന്നു, അതല്ലെങ്കിൽ ഒരു ഗാനമേള നടക്കുന്നു, അല്ല എന്ത് തരത്തിലുള്ള അതിൻ്റെ കണ്ടൻറ്റ് പലപ്പോഴും തീരുമാനിക്കുന്നത് എന്ത് തരത്തിലുള്ള കൾച്ചറൽ ഇൻ്റർവെൻഷനാണ് നടത്തേണ്ടതെന്ന് കൃത്യമായിട്ട് ആ പ്രദേശത്തെ പാർട്ടി സഖാക്കൾക്ക് അറിയാം. അതിനനുസരിച്ച് പെരുമാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഈ കുത്തക നഷ്ടപ്പെട്ടു പോയത്. പിന്നീട് ഇവർ ചെയ്തത് എന്താണ്? ഇപ്പോൾ എനിക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമായിട്ട് ഇവർ ഈ സ്ത്രീകളുടെ കാര്യം പറഞ്ഞത് കറക്റ്റാണ്. ക്ഷേത്രങ്ങളിൽ വരുന്ന സ്ത്രീകളിൽ പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ഇവരുടെ മെസ്സേജസ് സെൻഡ് ചെയ്യുന്നതും ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളും അബദ്ധജടിലമായ പ്രസ്താവനകളും നുണകളും നുണപ്രചരണങ്ങളും എല്ലാം അഴിച്ചുവിടുന്നതും പലതരത്തിലുള്ള വീഡിയോ സെൻഡ് ചെയ്യുന്നതും ഈ അണ്ടർലൈങ് ആയിട്ടുള്ള. പിന്നെ മറ്റൊരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുറമേ നമ്മൾ പ്രോഗ്രസീവ് എന്ന് നോക്കുമ്പോഴും പക്ഷേ അണ്ടർലൈൻ കറണ്ട് എന്ന് പറയുന്നത് വർഗീയതയുടെയാണ്. സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ മെസ്സേജിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് പോലും മനസ്സിലാകത്തുള്ളൂ. ഒരു മീം വന്നു കഴിഞ്ഞാൽ, ഒരു കമൻറ്റ് വന്നാൽ അതിൻ്റെ താഴെ വേറൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ രണ്ടും തമ്മിൽ നമ്മൾ തട്ടിച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഉദ്ദേശം എവിടെയാണ്, ഇത് ആണെയാണ് കോർണർ ചെയ്തിരിക്കുന്നത്, ഇത് എന്തിനെയാണ് ഉദ്ദേശിച്ചാണ്. നമ്മളത് നിർദോഷമെന്ന് കരുതി ചിരിക്കുകയും ആ ചിരിച്ചതിന് ശേഷം ഒന്നുകൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് ശരിക്കും നമ്മൾക്ക് തന്നെ പലപ്പോഴും ഇപ്പോഴുള്ള പല
മെക്കാനിസത്തിൻ്റെ അർത്ഥം വായിച്ചെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതിനെ ഒരു തമാശ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് തള്ളാം. പക്ഷെ തള്ളുകയല്ല, അതിനൊരു രാഷ്ട്രീയമുണ്ടെന്നും അത് കൃത്യമായ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണെന്നും അത് ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് വരുന്നതെന്നും ഒക്കെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. എല്ലാവരും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാവരും വിലയിരുത്തുന്നുണ്ട്. അവിടെ നമുക്ക് വരട്ട തത്വവാദം കൊണ്ട് അല്ലെങ്കിൽ ഈ ഈ തിയററ്റിക്കൽ ബേസ് കൊണ്ട് നേരിടുന്നതിന് ഒരു പരിധിയുണ്ട്. ചിലപ്പോൾ നമ്മൾ ആ ഒരു നിലവാരത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. ആ ഒരു നിലവാരത്തിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ അത്തരം ആളുകളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ അവിടെ വന്നിരുന്നുകൊണ്ട് നമ്മൾക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടുന്നത്. എങ്ങനെയാണ് ഡോക്ടർ ബി ജയരാജ് ആ നിലവാരത്തിൽ ഇറങ്ങി അഡ്രസ് ചെയ്തില്ല എന്നുള്ളതാണ് വിഷയം. പുതിയ വോട്ടേഴ്സിനെ ചേർത്തില്ല എന്നുള്ളതാണ് വിഷയം. ഈ കാരശ്ശേരി BJPക്ക് സീറ്റ് കിട്ടിയ കഥയൊന്നും പറയണ്ട. അവിടെ 86,000 വോട്ടുകൾ എവിടെ പോയെന്നുള്ളത് അന്വേഷിക്കണം. കോലീബി സഖ്യം എങ്ങനെയാണ് കേരളത്തിൽ ഉടനീളം നടപ്പാക്കിയെന്ന് മനസ്സിലാക്കണം. ഓരോ മണ്ഡലത്തിലെയും വോട്ട് ഡിവൈഡ് ആൻഡ് ഷെയർ എങ്ങനെ നടന്നു, ഒരു മണ്ഡലത്തിൽ ജയിപ്പിച്ചു കൊടുത്താൽ ബാക്കി മണ്ഡലത്തിൽ സഹായിക്കാം. ഐ വിൽ സ്ക്രാച്ച് യുവർ ബാക്ക്, യു വിൽ സ്ക്രാച്ച് മൈ ബാക്ക് എന്ന് പറഞ്ഞ കണക്കോലെ ഉള്ള നീ എൻ്റെ പുറത്ത് ചൊറിഞ്ഞു തരും, ഞാൻ നിൻ്റെ പുറത്ത് ചൊറിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്പര സഹായം മുന്നണിയായിട്ട് ഈ വർഗീയ പാർട്ടികളും അതുപോലെ തന്നെ കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ഹാൻഡ് ആൻഡ് ഗ്ലൗ ആയിട്ട് അവർക്ക് എതിർക്കാനായിട്ടൊരു ശത്രു വേണം. ആ എതിർക്കാനായിട്ടുള്ള ശത്രുവാണ് രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഒക്കെ ഇതിനൊരു ബിംബത്തിനെ ഉണ്ടാക്കിയെടുക്കുക. ആ ബിംബത്തിൻ്റെ ഇമേജറി കൃത്യമായിട്ട് മാധ്യമങ്ങളെല്ലാം കൂടെ നിർമ്മിച്ചു കൊടുത്തു. അതിനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ രാംനവമി സമയത്ത് അസുരനെ അമ്പെയ്യുന്ന കണക്കിൽ സ്ഥിരമായി വർഷങ്ങളായിട്ട് എത്ര വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി അമ്പെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാൾ ലാവ്ലിൻ എന്ന് പറഞ്ഞു, അതിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിനുശേഷം പിന്നീട് മകളെ പിടിച്ചു, മരുമകനെ പിടിച്ചു. കൃത്യമായിട്ട് ആസൂത്രിതമായ ആക്രമണം. ഒന്നെങ്കിൽ ഒരു മന്ത്രിയോ അതല്ലെങ്കിൽ മുതിർന്ന നേതാവിൻ്റെയോ കീഴിലുണ്ടായിരുന്ന ഇടങ്ങളാണ്. ഈ ഇടതുപക്ഷം 3ാം സ്ഥാനത്ത് പോയ മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നത് പരിശോധിക്കേണ്ടതേയില്ല അല്ലേ താങ്കൾ പറയുന്നതനുസരിച്ച്? BJPയുടെ വളർച്ചയ്ക്ക് ഉത്തരവാദികളായ ആര്? ഇത് വിചിത്രമായൊരു വാദമാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ വാദമാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഗോപികൃഷ്ണൻ ചോദിക്കാൻ എന്താണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കേന്ദ്രത്തിലേക്ക് അതിനെ നിയമസഭയിലെ മണ്ഡലങ്ങളുമായിട്ട് എങ്ങനെയാണ് തട്ടിച്ചു നോക്കാൻ കഴിയുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് അത് വെച്ചിട്ട് എങ്ങനെയാണ് ജനങ്ങളുടെ പൾസളാക്കാൻ പറ്റുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാൻഡേറ്റ് ഒന്നാണ്, അതിന്റെ പിക്ചർ വേറെയാണ്. ഇറ്റ്സ് എ ലാർജർ പിക്ചർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചെറുതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2019 രാഷ്ട്രീയ സാഹചര്യം, 2019 വോട്ട് സാഹചര്യം എന്താണെന്ന് പറഞ്ഞ് തട്ടിച്ചു നോക്കാമല്ലോ 2024 അല്ലേ? ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ പുതിയ വോട്ടുകൾ, കൂടിയ വോട്ടുകൾ, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ എവിടെയാണ് പരാജയം വന്നെന്ന് കഴിഞ്ഞാൽ പുത്തൻ വോട്ടുകൾ ചേർക്കുന്നതിലുണ്ടായ പാളിച്ചകൾ. എന്തുകൊണ്ട് പുത്തൻ വോട്ടുകളിൽ പുതിയ വോട്ടുകൾ ചേർക്കുന്ന പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്നതിനകത്ത് പരാജയപ്പെട്ടു? അതൊക്കെയാണ് പരിശോധിക്കേണ്ടുന്നത്. പുതിയ വോട്ടുകൾ എന്തുകൊണ്ട് ചേർത്തില്ല? പുതിയ വോട്ടുകൾ ചേർത്ത പുതിയ യുവാക്കളെ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്തില്ല? നേരത്തെ കാരശ്ശേരി മാഷാണോ അതിന് മുമ്പ് പറഞ്ഞ ആളാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഈ യങ് പീപ്പിളിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വൊക്കാബുലറി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒരു പ്രസ്താവനയാണ്. അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഘടകമാണ്. യങ് പീപ്പിളിനെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? വായിക്കുന്നില്ല, ന്യൂസ് ചാനലുകൾ കാണുന്നില്ല, അവർക്ക് കിട്ടുന്ന വിരൽ തുമ്പിൽ കിട്ടുന്ന വാർത്തകൾ മാത്രമാണ്. അങ്ങനെ അവരെ പൂർണ്ണമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അവർക്ക് വിരൽ തുമ്പിൽ കിട്ടുന്ന, അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ സൈബർ ഇടങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ അല്ലെ, MP ജയരാജൻ പറഞ്ഞ കാര്യം, അതാണോ ഡോക്ടർ ജയരാജ് താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? അതല്ല അത് വേറെ ഒരു വിഷയം. അത് അതിന്റെ ഒരു